മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, ഈ മാഷിന്റെ നാട്ടിൽ മലപ്പുറത്ത് നിലമ്പൂര് ഇപ്പോ ഇലക്ഷന്റെ ഒരു കൊട്ടിക്കലാശം, ഒരു ഒരു ആരവം ഒക്കെ തുടങ്ങാൻ പോകും. ഉം. കോൺഗ്രസിന് ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഏതായാലും ആ സീറ്റ് നഷ്ടമാവുമെന്ന് ഭരണമുന്നണിക്ക്, ഏതാണ്ട് LDFന് ഉറപ്പാണ്. പിന്നെ ഇപ്പൊ മാഷ് പറഞ്ഞതുപോലെ ഷറഫലിയോ മറ്റോ സ്ഥാനാർത്ഥിയാക്കിയാൽ കുറച്ച് വോട്ട് പിടിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഉം. ഭരണവിരുദ്ധ വികാരം ശരിക്കും പ്രകടമാവും. അപ്പൊ ഈ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കും എന്നൊരു വാർത്തയുണ്ട്. ജോയി മത്സരിക്കുമെന്ന് പറയുന്നു. ഇന്ന് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് അൻവർ ആര് വന്നിരുന്നാലും സഹകരിക്കും എന്നാണ്. മാഷ് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന ചില റൂമറുകൾ? ആരാകാൻ സാധ്യതയുണ്ടാവും ഒന്ന് പറയാം മാഷ്, ചുരുക്കി 10 മിനിറ്റ് നമുക്ക് സംസാരിക്കാം. അതെ, നിലമ്പൂർ ഇലക്ഷൻ ആദ്യം തന്നെ ഉണ്ടാക്കിയ ഒരു കൗതുകം, അല്ലെങ്കിൽ അത് പല കോണുകളിലും ഉണ്ടാക്കിയ ഒരു വല്ലാത്ത ആശയക്കുഴപ്പം VS ജോയി അവിടെ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതാണ്. VS ജോയി സ്ഥാനാർത്ഥിയാവുന്നതിന് തെറ്റൊന്നുമില്ല. DCC പ്രസിഡന്റാണ്, ചെറുപ്പക്കാരനാണ്, KSUവിലൂടെ വന്നതാണ്. പക്ഷേ VS ജോയി എന്ന സ്ഥാനാർത്ഥിയെ മലയാളി ആലോചിക്കുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ചത് ആരാണ്? അത് PV അൻവറാണ്. അതുകൊണ്ട് അൻവറിന്റെ സ്ഥാനാർത്ഥി എന്ന ദുഷ്പേരുമായിട്ടാണ് VS ജോയി രംഗത്തിറങ്ങുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അതൊരു ചെറിയ ദുഷ്പേരല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോ കോൺഗ്രസ് സത്യത്തില് ചെയ്യാമായിരുന്നു. ഇടക്കാലത്ത് കെട്ടിരുന്നത് VS ജോയിയെ അടുത്ത ഇലക്ഷനിൽ, അടുത്ത തന്നെ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും ഇലക്ഷൻ വരികയല്ലേ, തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മാറ്റി തിരുവമ്പാടിയിൽ മത്സരിച്ചാൽ ജയിക്കുകയും ചെയ്യും. ഈ അവരുടെ സീറ്റാണത്. അപ്പൊ വേണമെങ്കിൽ വെച്ചാൽ വല്ല ഈ മത്സരിച്ച് പിടിക്കാവുന്ന സീറ്റാണ്. അപ്പൊ തിരുവമ്പാടിയിൽ മത്സരിക്കുമെന്നും ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കും എന്നുമാണ് ആഹ്, കേട്ടിരുന്നത്. അപ്പൊ അവസാന നിമിഷം അത് മാറി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയില്ല എന്നത് സത്യത്തിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് അൻവർ പ്രഖ്യാപിക്കുന്നത് തന്നെ എന്തിന്റെ പേരില? ജോയിയോട് പ്രത്യേകിച്ച് സ്നേഹവും മമതയൊന്നും ഉണ്ടായിട്ടല്ല. ഒരു ഭാഗത്ത് കടുത്ത മുസ്ലിം വർഗീയത പറയുന്ന അൻവറാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ട് VS ജോയിയെ നിർത്തും എന്ന് പറയുന്നത്. അത് ആര്യാടൻ മുഹമ്മദിനോട് തന്നെയുള്ള വിരോധമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അൻവർ ആരാണെന്ന് ആദ്യം കേരള രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കിയ ആള് ആര്യാടൻ മുഹമ്മദാണ്. കാരണം അദ്ദേഹത്തിന്റെ ഗുരുവും സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുവും ഒക്കെ ആയിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ പിതാവ് PV ഷൗക്കത്ത് അലി സാഹിബ്. അപ്പോ ഈ ആര്യാടന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആര്യാടൻ തന്നെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അൻവറിനെതിരായി നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, അവനെ അവസാനിപ്പിക്കാനുള്ള പണി എവിടെയായിരുന്നാലും അവൻ തന്നെ ചെയ്തോളും എന്ന് ആര്യാടൻ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു അത്രേ. അതുകൊണ്ട് ആര്യാടനോടുള്ള വിരോധം, അതുകൊണ്ടാണ് അൻവർ എവിടെ പോയിക്കൊള്ളട്ടെ, ഒരു ഭിക്ഷാന്തേഹിയെ പോലെ എവിടെയെങ്കിലും നിന്ന് MLA ആവണം എന്ന് തീരുമാനിച്ചിട്ട് ചാക്ക് കണക്കിന് കാശുമായി അൻവർ അലഞ്ഞു നടന്നൊരു കാലമുണ്ട് കേരളത്തിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സീറ്റ്, ഏറനാട് സീറ്റ് കിട്ടാൻ വേണ്ടി CPI ആഫീസിൽ പണവുമായി കിടന്നുറങ്ങിയിരുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു CPIക്കാർക്ക്. അന്നാണ് CK ചന്ദ്രപ്പൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഈ വിവരം അദ്ദേഹം മണത്തറിഞ്ഞു. അഴിമതിയുടെ മണം കിട്ടിയാൽ കൊന്നുകളയും CK ചന്ദ്രപ്പൻ. അതുകൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് രാജിവെച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് റഹ്മത്തുള്ള മുസ്ലിം ലീഗിലേക്ക് പോയത്. അത് ഒരു ചരിത്രം. അപ്പോ ഒന്നാമത് ഏറനാടിനാണ്, രണ്ടാമത് ആണ് നിലമ്പൂരിന് വേണ്ടി ശ്രമം നടത്തിയത്. അതിനിടയിൽ വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചിട്ട് പാർലമെന്റിലേക്ക് പോകാൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ പോലും PV അൻവറിന് ഈസി ആയിട്ട് കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമാണല്ലോ കോൺഗ്രസ്. മാത്രമല്ല ഇടക്കാലത്ത് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു താനും. ഒരു 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 എന്താ പറയാ, തിരുത്തൽവാദി കോൺഗ്രസ്, നാലാം കോൺഗ്രസ് എന്തായിരുന്നു തന്നെ പറയാ, നാലാം ഗ്രൂപ്പ് നാലാം നാലാം ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ. വയലാർ രവിയും സുധാകരനോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ സർ? K സുധാകരനും ഒക്കെ ചേർന്ന് ഒരു കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോ അതിന്റെ മലപ്പുറം നേതാവായിട്ട്, അതിന്റെ എന്താ പറയാ, മുസ്ലിം ആത്മീയ നേതാവായിട്ട് അന്ന് PV അൻവർ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറ്റിയത്? ആകെ അൻവറിന് അതുകൊണ്ട് കിട്ടിയ ഗുണം, അന്ന് K സുധാകരൻ കുറച്ചു കാലത്തേക്ക് വനം മന്ത്രിയായി കിട്ടി. നിലമ്പൂർ കാട് വെളുപ്പിക്കാൻ അൻവറിന് സൗകര്യം കിട്ടി. അതാണ് അതിനുണ്ടായ ഒരു ഗുണം. ഇപ്പോഴും സുധാകരന് സ്നേഹമുണ്ട് അൻവറിനോട്. അൻവറിനെ തിരിച്ച് UDF കൊണ്ടുവരണമെന്ന് ആ ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. UDF ഒരു പാലമാണ് ഇപ്പൊ. പാലം ഏത് വഴി UDF എത്തുന്നതാണ്. നേരിട്ട് കോൺഗ്രസിൽ എടുക്കാൻ മലപ്പുറത്ത് ആര്യാടൻ മുഹമ്മദ് ആയാലും ആര്യാടൻ ഷൗക്കത്ത് ആയാലും ആര്യാടന്റെ സ്വാധീനം മലപ്പുറത്ത് ഉള്ള കാലത്തോളം കോൺഗ്രസിലേക്ക് വരിക എളുപ്പമല്ല. അതിനു വേണ്ടിയുള്ള വളഞ്ഞ വഴിയാണ് തമിഴ്നാട്ടിൽ പോയി തപസ്സിരുന്നിട്ട് DMKയിൽ ചേർന്നാൽ ഇന്ത്യ മുന്നണി ചേരാമല്ലോ. അത് നടക്കാതെ പോയപ്പോഴാണ് പശ്ചിമ ബംഗാളിൽ പോയിട്ട് മമതാ ബാനർജിയെ കണ്ടിട്ട് TMC വഴി UDF വരാമല്ലോ.
ഇപ്പോഴും അന്തിമമായി അദ്ദേഹത്തിന് എത്തിച്ചേരാൻ ആഗ്രഹമുള്ളത് കോൺഗ്രസിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏകപക്ഷീയമായി കോൺഗ്രസിന് പിന്തുണ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാണിക്കാൻ എന്തെങ്കിലും ഒരു കുനിഷ്ട് കാണിക്കണമല്ലോ. അതാണ് നാലമ്പൂരിൽ UDF-ന് പിന്തുണ എന്നല്ല, കോൺഗ്രസിന് പിന്തുണ എന്നല്ല, VS ജോയിക്ക് പിന്തുണ. VS ജോയി ആണെങ്കിൽ ജയിച്ചേക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ നാട്ടുകാർക്ക് PV അൻവറിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തീർച്ചയായിട്ടും VS ജോയ് മത്സരിച്ചാൽ 2-3 കാര്യങ്ങളുണ്ട്. എല്ലാ അനുകൂല ഘടകങ്ങളും ഉണ്ട്. ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ തരംഗം അതിശക്തമായിട്ടുള്ള കാലമാണ്. LDF സ്വാഭാവികമായിട്ട് തോൽക്കേണ്ടതാണ്. LDF-നെ തോൽപ്പിക്കുക എന്നത് തീർച്ചയായിട്ടും PV അൻവറിന്റെ അജണ്ടയുമാണ്. നിലമ്പൂരിൽ തോൽപ്പിക്കാനുള്ള വോട്ട് അൻവറിന്റെ കൂടെ ഉണ്ടെന്നാണ് അദ്ദേഹം ഇപ്പോഴും അവകാശപ്പെടുന്നത്. ഇതൊക്കെ വെച്ചിട്ട് VS ജോയിക്ക് വലിയ അനുകൂലമായ ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ പറയാം. പക്ഷേ അൻവറിന്റെ സ്ഥാനാർത്ഥി എന്നത് കേരളത്തിൽ മറ്റൊരു വ്യക്തിക്കും ഇല്ലാത്ത തരത്തിലുള്ള നെഗറ്റീവ് വോട്ടായിട്ട് നിലമ്പൂരിൽ സംഭവിച്ചുകൂടാ എന്നില്ല. അതിന് സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ഇനി അവിടെ LDF സ്ഥാനാർത്ഥി ആരാകും എന്നതാണ് ശങ്ക. ഇപ്പൊ സത്യത്തിൽ LDF-ന്റെ ഞാൻ മനസ്സിലാക്കുന്നത് പ്രമുഖരായ നേതാക്കളൊന്നും വന്ന് നിൽക്കാൻ സാധ്യതയില്ല. തോൽക്കാനായിട്ട് ഇപ്പൊ ആരും തയ്യാറല്ലല്ലോ. അതുകൊണ്ട് M സ്വരാജ് വന്ന് നിൽക്കാൻ സാധ്യതയില്ല. TK ഹംസക്ക് ആരോഗ്യമില്ല. പിന്നെ പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും നിൽക്കും. അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീമോ, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ഷൗക്കത്തോ, VM ഷൗക്കത്തോ ഒക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അവര് ഒന്നുമല്ല. ഇപ്പൊ പുതിയ റൂമർ വന്നിട്ടുണ്ട്. ആ റൂമർ മറ്റൊന്നുമല്ല, അസംതൃപ്തനായ ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ്. ആര്യാടൻ ഷൗക്കത്ത് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ്, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് നേരിട്ടും പറഞ്ഞ കാര്യം പൊതുവായി പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. ബാപ്പുട്ടി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. പ്രിയപ്പെട്ട ബാപ്പുട്ടി, ആത്മഹത്യക്ക് നിൽക്കല്ലേ എന്നേ ഞാൻ പറയുള്ളൂ. വേറൊന്നുകൊണ്ടുമല്ല. നിലമ്പൂര് സീറ്റ് ഇടതുപക്ഷത്ത് ആര് നിന്നാലും തോൽക്കുമെന്ന ഒരു അവസ്ഥയുണ്ട്. ബാപ്പുട്ടി നിന്ന് ആര്യാടൻ ഷൗക്കത്ത് UDF-ൽ നിന്നാൽ പാട്ടും പാടി ജയിക്കുമായിരുന്നു. കാരണം അവിടെ ജയിക്കാനുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ സ്വന്തം വോട്ടുകളുണ്ട്. മാത്രമല്ല, ഈ PV അൻവറിന്റെ സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, PV അൻവറിന്റെ സ്ഥാനാർത്ഥി ജയിച്ചൂടാ എന്ന വാശി മറ്റാരെക്കാളും CPM-കാർക്ക് ഉണ്ടാവും. അവരിൽ നല്ലൊരു ശതമാനം വോട്ടും കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ UDF-ൽ നിന്നാൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുമായിരുന്നു. ഇപ്പൊ കേൾക്കുന്നത് അപകടം പിടിച്ചൊരവസ്ഥയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റൂമർ പൂർണ്ണമായും നിലച്ചു പോയിട്ടില്ല, മാഞ്ഞു പോയിട്ടില്ല. ആ റൂമർ ഇതാണ്: ഫുട്ബോൾ താരമായ U ഷറഫ് അലിയെ കൊണ്ടുവന്ന് സ്വതന്ത്ര വേഷം കെട്ടി മത്സരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും എന്നതാണത്. ഈ സങ്കീർണമായ സാഹചര്യത്തിൽ U ഷറഫ് അലി നിന്നാൽ പോലും എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും രാഷ്ട്രീയക്കാർക്കുള്ള നെഗറ്റീവ് വോട്ട് ഇല്ലാതെ പോവുകയും പകരം ഫുട്ബോളിനുള്ള കാൽപന്ത് കളിയുടെ ഒരു ആവേശം ഷറഫ് അലിയോട് കാണിക്കുകയും ചെയ്താൽ ഒരു സാധ്യത ഇപ്പോ LDF-നുണ്ട്. അല്ലാത്തൊരു സാധ്യതയുമില്ല. അവിടെ ആര്യാടൻ ഷൗക്കത്ത് നിന്നാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 2 അപകടമാണ് സംഭവിക്കുക. ഒന്ന്, സ്വാഭാവികമായും ആ സീറ്റ് ആര് നിന്നാലും തോൽക്കുന്ന സീറ്റാണ് ഇപ്പോ. 2, LDF-ന് ആര്യാടൻ ഷൗക്കത്ത് നിന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം ഞാൻ പറയാം. സ്വാഭാവികമായിട്ട് തോൽക്കുന്ന സീറ്റാണ്. സാധാരണഗതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ പോലൊരു സ്ഥാനാർത്ഥി എവിടെ നിന്ന് പുതുമുഖ സത്യത്തിൽ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് മത്സരിക്കുകയല്ലേ, മത്സരിച്ച് തോറ്റാൽ പോലും അതുകൊണ്ട് അപകടമൊന്നുമില്ല. പക്ഷേ അപകടം എന്താന്ന് വെച്ചാൽ നിലമ്പൂരിൽ LDF-ലേക്ക് ഈ സമയത്ത് അദ്ദേഹം മാറിപ്പോകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ അപായപ്പെടുത്തും. മാത്രമല്ല, അല്ല, വാർത്തകൾ റൂമറൊക്കെ വലിയ തോതിൽ പരക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രാദേശിക വാർത്തകൾ അതുകൊണ്ടാവണം തീർച്ചയായിട്ടും. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനുള്ള കളികൾ, അത് ഇപ്പൊ ജോയ് വന്നപ്പോഴുള്ള പ്രശ്നമല്ല, ഇപ്പൊ അൻവർ വന്നതിന്റെയും പ്രശ്നമല്ല. അതിന് മുമ്പ് തന്നെ ആര്യാടൻ കുടുംബത്തിനും എതിരായിട്ട് നേരത്തെ മരിച്ചുപോയ പ്രകാശ് ഉണ്ടായിരുന്നല്ലോ, DCC പ്രസിഡന്റ് ആയിരുന്ന പ്രകാശ്, VV പ്രകാശ് ഉണ്ടായിരുന്നു. VV പ്രകാശിനെതിരായി VV പ്രകാശിനെ തോൽപ്പിക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസിൽ തന്നെ വലിയൊരു വിഭാഗം ശ്രമിച്ചിരുന്നു എന്ന് അന്ന് തന്നെ ആരോപണമുണ്ട്. അപ്പോ അതിന്റെ ഒരു എന്താ പറയാ, തിരിച്ചടിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ പ്രകടമായ 2 ഗ്രൂപ്പുണ്ട് നിലമ്പൂരിൽ. അതൊന്ന് ആര്യാടൻ ഗ്രൂപ്പാണ്, മറ്റൊന്ന് DCC ഗ്രൂപ്പാണ്. പണ്ടും അങ്ങനെയാണ്. ജില്ലാ കമ്മിറ്റി ഒന്നും ആര്യാടൻ ഗ്രൂപ്പ് കമ്മിറ്റി വേറൊന്നുമാണ്. ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിൽ നടപടി വന്നു. ആര്യാടൻ ഷൗക്കത്ത് അവിടെ ഈ പലസ്തീൻ മാർച്ച് ഓർമ്മയുണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടതുപക്ഷത്ത് പോയി നിൽക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുന്നു. മാത്രമല്ല, ഇപ്പൊ ഇടതുപക്ഷത്ത് പോകാൻ പറ്റിയ സമയമല്ല, അത് ആത്മഹത്യാപരമാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ. 2, ആര്യാടൻ ഷൗക്കത്തിന്റെ രാഷ്ട്രീയം തന്നെ അതോടുകൂടി
എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും പക്ഷേ വലിയ അപകടം ഉണ്ടാകും. ഈ അപ്ഡേഷൻ നമുക്ക് തുടർന്നും ചിലപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ ഉണ്ടാകും. നമുക്ക് തുടർന്നുള്ള സംസാരത്തിൽ വീണ്ടും ഇരിക്കാം. നന്ദി. തീർച്ചയായിട്ടും സന്തോഷം. റൈറ്റ്.